ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡാണ്. ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ ഹൈലൈറ്റ്, കയ്യിലിരുന്ന മാണിക്യത്തെ കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയ മൈഥിലിക്ക് കിട്ടിയത് വൈശാഖ് എന്ന കാക്കപ്പൊന്ന്. ഈ സമയം നമ്മുടെ ACP മീനാക്ഷിനെ ഡയമണ്ട് കൊണ്ട് മൂടുകയാണ്. മറ്റൊന്നുമല്ല, കുളിക്കാൻ നേരത്തെ അഴിച്ചു വെച്ചിട്ട് പോയ വള വരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ് വൈശാഖ്. നമുക്ക് നോക്കാം. ഇന്ന് സീരിയൽ തുടങ്ങുന്നത് തന്നെ എന്താണ്, നമ്മുടെ മീനാക്ഷി ആ റൂമെല്ലാം നല്ല അലങ്കരിച്ച് നമ്മുടെ ACPക്ക് അഭിനന്ദനങ്ങളൊക്കെ അവിടെ എഴുതി വെച്ച് ബലൂണെല്ലാം കൊണ്ട് സൂപ്പറാക്കി. എന്നിട്ട് എന്താണ്, പിന്നെ അവിടെ ഒരിടത്ത് എന്താണ് കാത്തിരിക്കുവാണ്. അതായത് തട്ടിന്റെ മണ്ടയിലും അല്ല, അലമാരിയുടെ മണ്ടയിൽ കയറി മീനാക്ഷി കാത്തിരിക്കുവാണ്. ഈ സമയത്താണ് നമ്മുടെ ACP അങ്ങോട്ട് കയറി വരുന്നത്. ACP അങ്ങോട്ട് കയറി വന്നിട്ട്, ചിന്തി ഇത്രയും നല്ലതായിട്ട് എന്താണ് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, അലങ്കാരമെല്ലാം നോക്കി സന്തോഷപ്പെട്ടിട്ട് മീനാക്ഷി കാണുന്നില്ലല്ലോ, മീനാക്ഷി മീനാക്ഷി എന്ന് വിളിക്കുവാണ്. എന്നിട്ട് കടലിന്റെ അടിയിലും ഒക്കെ നോക്കുന്നുണ്ട് മീനാക്ഷിനെ. എന്നിട്ട് അങ്ങോട്ടുള്ള കഥവ് വരെ തുറന്നു നോക്കുന്നു, മീനാക്ഷി മീനാക്ഷി എന്ന് വിളിച്ച്. അപ്പൊ മീനാക്ഷിക്ക് എന്താണ് ചിരി അടക്കാനായില്ല. മീനാക്ഷി അങ്ങ് ചിരിച്ചു, ദാ ഞാൻ ഇവിടെ ഉണ്ടേ, നീ എവിടെ ഇരിക്കുന്നു? ഞാൻ തറയിലുമല്ല ആകാശത്തുമല്ല എന്ന് പറയുന്നുണ്ട്. ഓ, അപ്പോഴത്തേനും കണ്ടുപിടിച്ചു. അപ്പൊ നീ എയറിലാണോ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ എങ്ങനെ കേറി? അതൊക്കെ ഞാൻ കേറി, അതൊക്കെ സീക്രട്ടാ, പറയില്ല എന്ന് പറഞ്ഞു. എന്നാ ഇങ്ങോട്ട് ചാടിക്കോ എന്ന് പറഞ്ഞപ്പോഴത്തേനും ശരി എന്ന് പറഞ്ഞ് ചാടാൻ വേണ്ടി മീനാക്ഷി പോയപ്പോ പറയുകയാണ്, ആ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട, ഇത് പഴയ സിനിമയുടെ ഡയലോഗല്ലേ, അങ്ങനെ വേണ്ട, വാ എന്നെ വന്ന് പിടിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ്, ACP പ്രേമത്തോടു കൂടി പോയി പിന്നെ മൈഥിലിനെ അലമാരയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ കോരി എടുത്ത് താഴേക്ക് ഇറക്കിയിട്ട് പിന്നെ രണ്ടുപേരും പ്രേമമാണ്. ഭയങ്കര എന്താണ് റൊമാൻറ്റിക് ആയിട്ട് നമ്മുടെ ACP എന്താണ് മീനാക്ഷിനെ ഉമ്മ വയ്ക്കാൻ വേണ്ടി പോകുമ്പോഴത്തേന് മീനാക്ഷി തട്ടി മാറ്റി കുതിരി മാറിയിട്ട് എന്താണ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ നമ്മുടെ ACP എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മീനാക്ഷിയുടെ കയ്യിൽ കയറി പിടിക്കുവാണ്. അപ്പോഴൊരു സോങ് ഓടിക്കൊണ്ടിരിക്കുവാണ്. അന്നേരം എന്താണ് വളരെ പ്രേമത്തോടു കൂടി മീനാക്ഷിയും തിരിഞ്ഞ് എന്താണ് ACPയുടെ മാറത്തോട്ട് ചായാൻ പോവുകയാണ്. അങ്ങനെ ചാഞ്ഞോട് നിൽക്കുമ്പോൾ ACP എന്താണ് ആ മുഖം കൈക്കുമ്പിൾ കോരിയെടുത്ത് എന്താണ് ഉമ്മ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേനും നമ്മുടെ കൊച്ചെന്താണ് ഉണർന്നു കഴിഞ്ഞു, അങ്ങോട്ട് എന്താണ് കരയാൻ തുടങ്ങി. അപ്പോഴത്തേനും എന്താണ് നമ്മുടെ ACPക്ക് ഇച്ചിരി ഒരു കുശുമ്പ് തോന്നി. കാരണം പ്രേമിക്കാൻ പറ്റിയില്ലല്ലോ, മീനാക്ഷി ഒന്ന് പ്രേമിച്ച് ഉമ്മയൊക്കെ വെച്ച് എടുക്കാൻ പോകുന്ന സമയം നോക്കി എന്താണ് കുഞ്ഞു കരയും ചെയ്ത്. ഈ സമയം എന്താണ് മീനാക്ഷി എന്താണ് ഈ കുഞ്ഞു കരയുന്ന അവർക്ക് വിശന്നിട്ടാ കരയെന്ന് പറഞ്ഞ് അങ്ങ് മാറുകയും ചെയ്യുന്നതാണ് ചെയ്യുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താണ് കുഞ്ഞിൻ്റെ ഇതാക്കിയ ശേഷം വീണ്ടും പ്രേമം എന്താണ്, വീണ്ടും പ്രേമമാണ്. ആ പ്രേമത്തിൽ ചോദിക്കുന്നത്, ഈ ACPക്ക് പ്രേമിക്കാൻ ഒന്നും എന്താണ് അറിയത്തില്ല, പിന്നെ ACPയുടെ വായിൽ പ്രേമം ഒന്നും വരത്തില്ല, എപ്പോഴും ഷട്ടപ്പ് അത് ഇത് അങ്ങനെയുള്ള വാക്കുകൾ മാത്രമേ വരത്തുള്ളൂ, ACP എന്നെ പ്രേമിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ACPക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നുണ്ട്. ACP ഇന്ന് ചെയ്തത് എന്തുമാത്രം വലിയൊരു കാര്യമാണ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, പിന്നെ നീ പറഞ്ഞല്ലോ, അത് മൈഥിലി എപ്പോഴും പറയും ഞാനൊരു പോങ്ങനാ, എന്നെ എന്താണ് കൊള്ളത്തില്ല എന്ന് പറയും. അത് അവളെ പേര് ഇനി ഇവിടെ മിണ്ടിപ്പോലും, ആ പേര് ഇവിടെ ശബ്ദിക്കാൻ പാടില്ല. പിന്നെ എന്ത് അഭിമാനമാണെന്നറിയോ ACP എനിക്ക്. ACPക്ക് ഇനി എന്തിനാ ACPക്ക് ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവളെ പേരെ എന്ത് ചെയ്യല്ലോ പറയല്ലോ എന്ന് പറയുന്നത്. അപ്പൊ വൈശാഖ് അവൻ എന്ത് ചെയ്യുന്നു, വീണ്ടും പിന്നെ കാർത്തിക് കയ്യിൽ പിടിച്ചിട്ട് പറയുന്നില്ല, ഇനി ഒരിക്കലും ആ പേര് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് മീനാക്ഷിയുടെ കൈ പിടിച്ച് വീണ്ടും എന്താണ് റൊമാൻറ്റിക് ആയിട്ട് ഉമ്മ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് മോഹൻ രണ്ടുപേരുടെയും ഭയങ്കര എന്താണ് ആ റൊമാൻറ്റിക്കാണ്. മീനാക്ഷി വളരെ സുന്ദരിയായിരിക്കുകയാണ്, ACPയും സുന്ദരനായിരിക്കുവാണ്, ഉമ്മ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ് ചോദിക്കുന്നുണ്ട്, ഈ റൂമൊക്കെ ആരാണ് ഇങ്ങനെ അലങ്കരിച്ച ഇത്രയും മനോഹരമായിട്ട്? അത് ഞാനും അമ്മയും കൂടാണ്. ഓ, അമ്മ ചിത്രകാരിയല്ലേ, അപ്പൊ അമ്മ നന്നായിട്ട് എന്താണ് അലങ്കരിക്കുമല്ലോ, ആ അമ്മയുടെ അല്ലേ ഈ മോള്, അപ്പം ഈ മോക്കും ആ എന്താണ് അലങ്കരിക്കാനൊക്കെ ഉള്ള കഴിവ് കിട്ടി. എനിക്ക് അപ്പോഴേ തോന്നി അമ്മ ഇത്രമാത്രം അമ്മയ്ക്കല്ലാതെ ആർക്കും ഇത്രമാത്രം എന്താണ് നന്നായിട്ട് അലങ്കരിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈശാഖിന്റെ വീടാണ് കാണിക്കുന്നത്. നമ്മുടെ താരകപ്പണിക്കർ എന്താണ് ചെയ്യുന്നത്, താരകപ്പണിക്കർ വന്ന് കഥ തുറക്കുന്നത്, അതായത് രാത്രി സമയമായി, ഒരു 12 മണി എങ്ങാണ്ട് ആയെന്ന് തോന്നുന്നു. അങ്ങനെ താരകപ്പണിക്കർ വന്ന് കഥ തുറക്കുവാണ്. വൈശാഖ് വന്ന് ബെല്ലടിച്ചപ്പോ ഹോട്ടുമൊക്കെ ഇട്ടിട്ട് വന്ന് കഥ തുറച്ചു. നീ എന്താണ് ഇത്ര താമസിച്ച്, ഇത്ര നേരം നീ എവിടെ പോയിരിക്കുമായിരുന്നു? അത് എനിക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അതിനു വേണ്ടി പോയിരിക്കുമായിരുന്നു എന്ന് ഇവ പറയുന്നുണ്ട്. അതെന്തുവാണ് നിനക്ക് ഈ രാത്രി ഈ നേരത്ത് പിന്നെ ആവശ്യങ്ങള് എന്ന് പറയുന്നു. എന്നിട്ട് നീ കുടിച്ചിട്ടുണ്ടോടാ? ആ,
ഇച്ചിരി കുടിച്ചിട്ടുണ്ട്. എടാ മോനെ, ഇതൊന്നും ശരിയായ കാര്യമല്ല കേട്ടോ, ഈ കുടിച്ചിട്ട് വരുന്നയൊന്നും. അങ്ങോട്ട് മാറുകള്ളേന്ന് പറഞ്ഞ് ഇവൻ എന്താണ് അകത്തോട്ട് കയറി. എന്നിട്ട് പറയുന്നോട്, നീ എന്തിനാടാ കുടിച്ചത്? കണ്ടവന്മാരുടെ കൂടെ ഒക്കെ പോയിരുന്ന് കുടിച്ചത്. നിനക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുപ്പി വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് കുടിക്ക്. അതൊന്നും ശരിയാവത്തില്ല അമ്മ. എന്താ, നിന്റെ അച്ഛൻ അടിച്ചു മാറ്റുമെന്ന് പറഞ്ഞാണോ? അയാൾ അടിച്ചു മാറ്റി അയാളെ ഞാൻ കൊല്ലും, ശരിയാക്കും എന്ന് ഈ താരകപ്പണിക്കർ പറയാൻ വീണ്ടും പിടിക്കുവാണ്. മോനെ, നീ ഇങ്ങനെ എന്താണ് പോ അമ്മേ എന്ന് പറഞ്ഞ് എന്താണ് കൈതട്ടി മാറ്റിയിട്ട്, നിനക്ക് ഇവിടെ കൊണ്ടുവച്ച് ഒരു കുപ്പി എങ്ങനെ മേടിച്ചു വെച്ച് കുടിച്ചുകൂടെ? അപ്പൊ ആരും അറിയത്തില്ലല്ലോ എന്ന് പറയുന്നത്. അത് മൈഥിലിക്ക് ഇഷ്ടമല്ല. ഓ, അവൾക്ക് ഇഷ്ടമല്ല. അവള് പറയുന്ന കണക്കല്ലേ നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. അവളാണെങ്കിൽ ഇന്നലെ നീ അടിച്ചിട്ട് പോയിട്ട് പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇന്നലെ രാത്രി ആഹാരം എന്തായിട്ടില്ല, അവൾ കഴിച്ചിട്ടില്ല. അവൾ ഈ നേരമായിട്ടും ഒന്നും ഒരു ഗ്ലാസ് വെള്ളം പോലും എന്തായിട്ടില്ല, കുടിച്ചിട്ടില്ല എന്ന് ഈ താരകപ്പണിക്കർ പറയുന്നുടാ. നീ അങ്ങനെ എന്താണ് അടിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. നീ ആദ്യം ഒരു കാര്യം ചെയ്. അവൻ എന്ത് ചെയ്ത് കാർത്തികമായിട്ടുള്ള ബന്ധം എന്താണ് ഇപ്പോഴും പിന്നെ ഒഴിഞ്ഞിട്ടില്ല. ആ ബന്ധം ഒഴിഞ്ഞതിന് ശേഷം നീ അവളെ അമ്പലത്തിൽ കൊണ്ടുപോയി ഒരു താലി കെട്ടിയതിന് ശേഷം നീ ഭാര്യയാക്കിയിട്ട് അവളെ എത്ര വേണമെങ്കിലും എടുത്തിട്ട് അടിക്കുകയോ ചളുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇപ്പൊ അവളെ എന്ത് ചെയ്യരുത്, കൈവെക്കരുതെന്ന് ഈ താരകപ്പണിക്കർ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല. അവൾ എന്ത് ചെയ്യേ, അവൾ ആ റൂം അടച്ച് തന്നെ കിടക്കുവാണെന്ന് പറയും. പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. പിറ്റേന്ന് രാവിലെ എന്താണ്, വൈശാഖ ഒരു ഗ്ലാസ് കാപ്പിയുമായിട്ട് പോയിരുന്താണ്. മൈഥിലി അവിടെ എന്തോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. എന്തോ ചിന്തിക്കുവല്ല, മൈഥിലി കാർത്തികിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. കാർത്തിക് എന്ന ഭർത്താവുമായിട്ടുള്ള ആ കല്യാണം കഴിഞ്ഞ കാലത്തുള്ള മനോഹരമായ പ്രണയത്തെക്കുറിച്ചും കാർത്തിക് സമ്മാനിക്കുന്ന സമ്മാനങ്ങളെ കുറിച്ച്, പിന്നെ അതിനുശേഷം കാർത്തികുമായിട്ടുള്ള ലവിനെ കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത്. കാർത്തിക് ഉമ്മ കൊടുത്തതും കാർത്തിക് സ്നേഹിച്ചതും കാർത്തികിന്റെ കൂടെയുള്ള ജീവിതം എത്ര മനോഹരമായിരുന്നു എന്ന് നമ്മുടെ മൈഥിലി ആലോചിക്കുവാണ്. അക്കരെ പച്ച കണ്ട് ഇക്കരെ പച്ച പോയിട്ട് മൈഥിലിക്ക് കിട്ടിയത് എന്താണ്? അപ്പൊ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. വൈശാഖ എന്താണ് ഈ കാപ്പി കപ്പ് നീട്ടുന്നത്? എന്നാ വേടിക്ക്, ഇത് എന്നാ ബെഡ് കോഫിയാണ്, ഇത് കുടിക്കെന്ന് പറയുന്നത്. നീ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് അമ്മ പറഞ്ഞു. നീ ഇതെങ്കിലും എന്താണ് കുടിക്ക്, പോട്ട്. നിന്നെ ഞാൻ എന്താണ് തല്ലണ്ടായിരുന്നു. അത് ആലോചിച്ച് എനിക്ക് സങ്കടമുണ്ട്. നീ പോട്ട്. ഒരു കാര്യം ചെയ്, നമുക്ക് ഇനി എന്താണ് തല്ലും അടിയും വഴക്കും ഒന്നും വേണ്ട. നമുക്ക് ജീവിതത്തിൽ ഒരു ജോലി ഇല്ലാത്തതല്ലായിരുന്നോ ഇത്? എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ എന്താണ് ജോലിക്ക് കയറാൻ പോവുകയാണ്. നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. എന്താ അപ്പൊ അവള് ചോദിക്കുന്നതുകൊണ്ട് എന്ത് ജോലിയാണ് കിട്ടിയത്? അത് എനിക്കൊരു ട്രാവൽസ് എന്താണ് ഡ്രൈവർ ആയിട്ടാണ് കിട്ടിയത്. വണ്ടി ഓട്ടിക്കാൻ കിട്ടിയിരിക്കുവാണ്. അപ്പൊ ആദ്യം എന്താണ് മീനാക്ഷി, അവൾക്ക് മൈഥിലിക്ക് മഹം വല്ലാണ്ടായി. ഒരു ഡ്രൈവർ, കാരണം ഭർത്താവ് എന്താണ് ACP അല്ലായിരുന്നു. അപ്പൊ കാമുകൻ എന്താണ് ഡ്രൈവറായി പോയതിന്റെ ഇത്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ നമുക്ക് രണ്ടുപേർക്കും എന്ത് ജോലി ആയാൽ എന്താ, പിന്നെ മൈഥിലി നമുക്ക് രണ്ടുപേർക്കും സന്തോഷമായിട്ട് എന്താണ് ജീവിച്ചാ പോരെ. ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഞാന് ഉറപ്പ് തരുന്നു. ഇനി നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുവാണെന്ന് പറയുന്നു. ഇത് കേട്ടപ്പം പാവം മൈഥിലി എന്താണ് സമ്മതിച്ചിട്ട് പറഞ്ഞു, മതി, നമ്മൾ എന്ത് ജോലിയായാലും മതി, നമുക്ക് സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി എടാ എന്ന് പറയുന്നു. നീ എനിക്കൂടെ എന്താണ് ഒരു ജോലി മേടിച്ചതാ, നമുക്ക് രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കാം. അതിനെപ്പറ്റി ഞാൻ എന്താണ് ആലോചിക്കുന്നുണ്ട്. നമുക്കൊരു നിനക്കും ഒരു ജോലിക്ക് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ജോലി കിട്ടി നമുക്ക് രണ്ടുപേർക്ക് സന്തോഷത്തോടു കൂടി എല്ലാവരും അതിശയിക്കുന്ന രീതിയിലുള്ള ജീവിതം നമുക്ക് തുടങ്ങാമെന്ന് ഈ പിന്നെ വൈശാഖ് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ നമുക്ക് വേറൊരു കാര്യമുണ്ട്. നമുക്ക് ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ നീയും കാർത്തികയും തമ്മിലുള്ള വിവാഹബന്ധം എന്താണ് നമുക്ക് വേർപെടുത്തണം. നീ എന്താണ് കുളിച്ച് ഒരുങ്ങി വാ, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് നമുക്ക് എന്താണ് കോർട്ടിൽ പോവാം, ഒരു വക്കീലിനെ കണ്ട് നമുക്ക് അതിനുള്ള കാര്യം നോക്കാം, നീ വേഗം വരാൻ പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ പുള്ളിക്കാരി വളരെ സന്തോഷത്തിൽ എന്താണ് ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കുളിക്കാൻ പോകുന്ന സമയത്ത് എന്താണ് കൈ കിടക്കുന്ന വളയും ഒരു മാലയൊക്കെ അഴിച്ചവിടെ എന്താണ് ആ ഡ്രസ്സിംഗ് ടേബിളിന്റെ മണ്ടേ വെച്ചിട്ട് കുളിക്കാൻ പോകാണ്. അപ്പം അവിടെ പോയി കഴിഞ്ഞോണ്ട് എന്താണ് വൈശാഖ് പെട്ടെന്ന് അതിലോട്ട് നോക്കിയിട്ട് മാലയും വളയും എടുത്ത് പോക്കറ്റിലിട്ട് പറയും, ഉറക്കെ വിളിച്ച് പറയും, മൈഥിലി നീ ഒരുങ്ങിക്കോ, അതാണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിരിക്കുന്ന, ഞാൻ താപ്പോട്ട് പോവാന്ന് പറഞ്ഞ് പോന്ന ആളെ പിന്നെ കാണുന്നില്ല. ഈ സമയത്ത് എന്താണ് കുളിച്ചിട്ട് വന്നിട്ട് അവൾ എന്താണ് ആ ഡ്രസ്സിംഗ് ടേബിളിൽ നോക്കുമ്പം ആഭരണം ഒന്നും കാണുന്നില്ല. അപ്പൊ അവളിങ്ങനെ അത് അതിശയിച്ച് നിന്നിട്ട് എന്താണ് താപ്പോട്ട് ഇറങ്ങി ചെന്നിട്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്നപ്പം ഈ വൈശാഖിന്റെ അച്ഛൻ അവിടെ നിൽക്കുന്നു. അപ്പൊ അച്ഛൻ എന്താണ് ഇവിടെ നോക്കുന്നുണ്ട്, ഇവളെന്തേ ഇങ്ങനെ നിൽക്കുന്നതെന്ന്. അപ്പൊ ചോദിക്കുന്നുണ്ട്, മോളെന്താ വളരെ സങ്കടപ്പെട്ടാണല്ലോ നിൽക്കുന്നത്, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴത്തേനും പറയും, അച്ഛാ എന്റെ വളയും മാലയൊക്കെ ഞാൻ ഇവിടെ അഴിച്ചു വെച്ചിരുന്ന് അച്ഛനെങ്ങാനും കണ്ടോ? ഞാൻ കണ്ടില്ല മോളെ, ഞാൻ നിങ്ങളുടെ റൂമിലോട്ടൊന്നും എന്താണ്
വരാറ് പോലും ഇല്ല. പിന്നെ എങ്ങനെ ഞാൻ കാണാനാണ്? എന്നിട്ട് വിളിക്കുന്നത്, എടി എടി താരക പണിക്കരെ, എടി താരകെ എന്നിട്ട് എന്തുവാ മനുഷ്യ താരക പണിക്കർ ചാവാൻ കിടക്കുന്നു, ഇങ്ങനെ കിടന്ന് വിളിക്കാൻ വേണ്ടി താരക പണിക്കർ പറ മനുഷ്യ എന്താന്ന് ചോദിക്കാൻ പറയും, എടി പിന്നെ കൊച്ചിന്റെ മാലയും വളയൊക്കെ നീ കണ്ടോ, അവിടെ ഊരി വെച്ചിരുന്ന് കാണുന്നില്ല. പിന്നെ ഞാൻ എന്തോ കള്ളിയാണോന്നാ പറയുന്നത്. എനിക്ക് ഇവളുടെ സ്വർണ്ണമൊന്നും ആവശ്യമില്ല, എന്റെ കഴുത്തിലും കാതലും ആവശ്യത്തിന് എന്താണ് സ്വർണ്ണം കിടപ്പുണ്ടെന്ന് പറയാം. അപ്പൊ ഇവള് പറയൂ, പഴക്കൊണ്ടാക്കാനല്ല, നിങ്ങൾ എടുത്തെന്നല്ല ഞാൻ പറഞ്ഞത്, അവിടെ കണ്ടില്ല, നിങ്ങൾ തമ്മിൽ അതിന്റെ പേരിൽ അടി കൂടണ്ട. വൈശാഖ് എടുത്തു കാണും, ഞാൻ അവനെ ഫോൺ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞ എന്താണ് ഫോൺ വിളിക്കുമ്പോ അവൻ ഫോൺ എടുക്കുന്നില്ല. എന്നിട്ട് എന്താ മോളെ എന്ന് അച്ഛൻ ചോദിക്കുന്നു. അല്ല അവൻ ഫോൺ എടുക്കുന്നില്ല അച്ഛാ എന്ന് പറയുമ്പോഴത്തേനും ഈ താരക പണിക്കർക്ക് എന്താണ് ഫോൺ വരുവാണ് ചെയ്യുന്നത്. ഫോൺ വരുമ്പം ഹലോ താരക പണിക്കരല്ലേ എന്ന് ചോദിക്കും. അതെ താരക പണിക്കരാണ്, നിങ്ങൾ ആരാണ് പറയൂ എന്ന് ചോദിക്കുമ്പോ ഞാൻ ACP കാർത്തികാണെന്ന് പറഞ്ഞപ്പോ താരക പണിക്കരുടെ സ്വരം വന്നടഞ്ഞു. എന്താ എന്ന് ചോദിക്കുമ്പോ നിങ്ങളുടെ മകനെ ഒരു വ്യഭിചാരശാലയിൽ എന്താണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളെ ഒന്ന് അറിയിപ്പിച്ചാണെന്ന് പറയും. അപ്പോഴത്തേനും എന്താണ് ഇവര് ഫോൺ കട്ട് ചെയ്തിട്ട് വേഗം ഭർത്താവിന്റെ അടുത്ത് പറയും, മനുഷ്യ ഇയാടെ മോൻ നമ്മുടെ കുടുംബം നശിപ്പിച്ചു, കുടുംബത്തിന്റെ പേര് കളഞ്ഞു, അവൻ നമ്മുടെ കുടുംബത്തിന്റെ പേര് കളഞ്ഞു മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അഭിനയിക്കാൻ തുടങ്ങുമ്പോഴത്തെ അയാൾ ചോദിക്കുന്നത് എന്താന്ന് ചോദിക്കുന്നു. അവളും മൈഥിലിയും ചോദിക്കുന്നത് എന്താണ്, അതെ നിങ്ങളുടെ മോൻ പിന്നെ വ്യഭിചാരശാലയിൽ നിന്ന് എന്താണ് ഒരുത്തിയുടെ കൂടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് പറഞ്ഞ് ACP കാർത്തിക് വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും എന്താണ് മൈഥിലിക്ക് വല്ലാണ്ട് സങ്കടമായി. കാരണം ഇത്രയും ഒരു പന്നന്റെ കൂടെ ആണല്ലോ ഇറങ്ങി വന്നത്. വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. ഈ സമയത്ത് അവളെ കാണിക്കുന്നത് നമ്മുടെ പിന്നെ കാർത്തികിനെയും പിന്നെ മീനാക്ഷിയാണ്. അങ്ങനെ മീനാക്ഷി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നിന്ന് കൊച്ചിനേതായി കൂടെ നിൽക്കുമ്പോഴത്തേനും നമ്മുടെ ACP വന്ന് എന്താണ് കയ്യിൽ ബാഗിൽ ഇങ്ങനെ ഒരു ബോക്സ് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് വന്ന് എന്താണ് കണ്ണിങ്ങനെ പൊത്തിയപ്പോഴത്തേക്ക് ഞാൻ അന്നേരം നമ്മുടെ മീനാക്ഷി ചോദിക്കുന്നുണ്ട് ആരാ എന്ന് ചോദിക്കുമ്പോഴത്തേന് ഞാൻ കൊള്ളക്കാരനാണ്, കൊള്ളയടിക്കാൻ വന്നയാണ് എന്ന് പറയും. കൊള്ളക്കാരന്റെ സ്വരം ഇപ്പൊ ഇങ്ങനാണോ? അയ്യോ കൊള്ളക്കാരന്റെ കൈയൊക്കെ എന്താണ് നല്ല പഞ്ഞി പോലുണ്ടല്ലോ, മനോഹരമാണല്ലോ, കൊള്ളക്കാരന്റെ കൈ ഇങ്ങനെയാണോ ഇരിക്കുന്നതെന്ന് നമ്മുടെ മീനാക്ഷി ചോദിക്കുന്നുണ്ട്. കൊള്ളക്കാരന്റെ സ്വരമൊക്കെ എന്താണ് മാറിയിരിക്കുന്നുണ്ട്. അതെ ഞാൻ കൊള്ളക്കാരനാണ്, കൊള്ളയടിക്കാൻ വന്നയാണ്. എനിക്കറിയാം ഈ കൊള്ളക്കാരൻ എന്താണ് എന്റെ ഹൃദയമാണ് എന്ത് ചെയ്ത് കൊള്ളയടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് കൈയെടുക്കുക ACP എന്ന് പറഞ്ഞ് കണ്ണീന്ന് എന്താണ് കൈയെടുത്ത് മാറ്റുമ്പോഴത്തേന് എന്റെ മീനാക്ഷിക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിരിക്കുകയാണെന്ന് പറയും. എന്താ ACP എന്ന് പറയും. അത് നോക്കൂ ഞാൻ ഇപ്പം കാണിക്കാന്ന് പറഞ്ഞ് മെല്ലെ എന്താണ് ബാക്കിൽ നിന്ന് ആ ബോക്സ് എടുത്ത് കയ്യിൽ കൊടുക്കുവാണ്. ഇതെന്റെ മീനാക്ഷി കുട്ടിക്ക് എന്റെ പഞ്ചാരമുത്തിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് ഈ ബോക്സ് എടുത്ത് എന്താണ് തുറന്ന് കാണിക്കുമ്പോൾ ഡയമണ്ട് നെക്ലസും ഡയമണ്ട് കമ്മലുമാണ്. മീനാക്ഷി വാ വിളിച്ച് നിന്നു. ഇതിപ്പോ എന്തിനാ വാങ്ങിയെന്ന് ചോദിക്കുന്നത്. ഇത് എന്റെ മീനാക്ഷിക്കുള്ള സമ്മാനം, മീനാക്ഷി എന്നെ പ്രണയിക്കുന്നതിന്, എന്റെ കുഞ്ഞിന്റെ നല്ല അമ്മയായിട്ട് എന്റെ കുഞ്ഞിനെ നോക്കുന്നതിനുള്ള സമ്മാനമാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് എന്താണ് ഈ മൈഥിലിയുടെ വീടാണ് കാണിക്കുന്നത്. മൈഥിലി സങ്കടപ്പെട്ട് ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുമ്പം വൈശാഖിന്റെ അച്ഛൻ വന്ന് പറയുവാണ്, നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാതെ നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കു കൊച്ചെന്ന് പറഞ്ഞിട്ട് അയാൾ പോവുകയാണ്. അപ്പം ഇവളെന്താണ് അടുക്കളയിലോട്ട് കയറിപ്പോയി കബോർഡൊക്കെ വലിച്ചു തുറന്ന് എന്താണ് നോക്കുവാണ്. കബോർഡൊക്കെ വലിച്ചു തുറന്ന് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. എന്തിനാ നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെയും വേറെ ഒരു കബോർഡ് വലിച്ചു തുറന്നപ്പം ഒരു കുപ്പി കിട്ടി. കുപ്പിയിൽ എന്തോ ഉണ്ട്, വിഷമാണെന്ന് തോന്നുന്നു. അപ്പൊ അതെടുത്ത് ഇനിയിപ്പോ എനിക്ക് ജീവിക്കണ്ട, ഞാൻ തെറ്റ് ചെയ്തു പോയി, കാർത്തികിനെ വഞ്ചിച്ച് ഞാൻ ഇറങ്ങി വന്നത് ഇങ്ങനെ ആയി പോയല്ലോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ആദ്യം എന്താണ് ഒരു 2 കവിള് പിന്നെ കുടിക്കുന്നുണ്ട്. കുടിച്ചതിന് ശേഷം ഫോൺ കയ്യിലുണ്ടല്ലോ, ഫോൺ എടുത്ത് കാർത്തികിനെ വിളിക്കുവാണ്. അപ്പൊ കാർത്തിക് ഫോൺ എടുക്കുന്നു. കാർത്തിക് ഇത് ഞാനാ. മനസ്സിലായി, എന്താ വേണ്ടത് പറയുന്നു. എനിക്ക് നിങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കണം. എനിക്ക് നീയുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല, നിന്നെ കാണാനും താല്പര്യമില്ല. ഇല്ല കാർത്തിക് അങ്ങനെ പറയല്ലേ, എനിക്ക് അത്യാവശ്യം ഒരു കാര്യം പറയണം. ആ കാര്യം ഞാൻ ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഞാൻ അവസാനമായിട്ട് എനിക്ക് എന്താണ് ഒന്ന് കണ്ടേ ഒക്കത്തുള്ളൂ, സംസാരിച്ചേ ഒക്കത്തുള്ളൂ. നമ്മളുടെ കല്യാണം കഴിഞ്ഞ് അമ്പലത്തിലോട്ട് വന്നാ മതി എന്ന് പറയുന്നുണ്ട്. അപ്പം
ACP കാറിൽ കയറുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് മൈഥിലി എന്താണ്, ആ കുപ്പിയുണ്ട് കയ്യിൽ, ഫോണും ഉണ്ട് കയ്യിൽ, പുറത്തോട്ട് വന്നിരുന്നപ്പോൾ ഓട്ടോറിക്ഷ വന്ന് കൈ കാണിച്ച് അതിൽ കയറി പോവാണ്. അപ്പം അമ്പലത്തിന്റെ അവിടെ എത്തിയപ്പോഴത്തേനും എന്താണ്, ഈ ഓട്ടോക്കാരൻ പറയുന്നുണ്ട് കൊച്ചെ എത്തി, നീ ഇറങ്ങുന്നില്ല. അപ്പൊ ഒരു മയക്കം പോലെ എന്താണ്, നേരത്തെ പിന്നെ കഴിച്ചതിന്റെ ഒരു ഇതിലാണ്. അപ്പൊ ഈ കൊച്ചിന് എന്ത് പറ്റി, കൊച്ചെ എത്തി എന്ന് വീണ്ടും ഓട്ടോക്കാരൻ പറയുമ്പോൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി എന്താണ് വീഴാൻ പോകുന്നതൊക്കെ പോകുമ്പോഴത്തേന് ഓട്ടോക്കാരെ പിടിക്കാൻ പോവും. വേണ്ട എന്ന് പറഞ്ഞിട്ട് അവള് നേരെ ചെന്ന് അമ്പലത്തിൽ ചെന്ന് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാണ്. ദൈവമേ, ഞാനൊരു പന്ന സ്ത്രീയാണ്, എനിക്ക് എന്നെ പോലുള്ളവർക്ക് കിട്ടുന്ന ശിക്ഷ ഇങ്ങനെയൊക്കെ തന്നെയാണ് കിട്ടണമെന്ന്, ജീവിച്ചിരിക്കാൻ എനിക്കൊരു അർഹതയുമില്ല, എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ACPയുടെ കാറ് അമ്പലത്തിന്റെ വാതിലിൽ വന്ന് നിൽക്കുന്നത്. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ എല്ലാരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.